നമസ്കാരം. ദേവസൈനയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഭാഗം 6. ക്ഷേത്രമതിലകത്തെ നിത്യപൂജകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. പുലർച്ചെ 3 മണിക്ക് നിയമവെടിയോടെയും ശംഖനാദത്തോടുകൂടിയും ഉള്ള പള്ളിയുണർത്തൽ. തുടർന്ന് 4 മണിക്ക് നട തുറക്കും. തുടർന്ന് അരമണിക്കൂർ നിർമാല്യ ദർശനം. പിന്നീട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു. അഭിഷേകം കഴിഞ്ഞാൽ നിവേദ്യം. പിന്നീട് ഉഷപൂജ. ഉഷപൂജയ്ക്ക് മാധവിപ്പള്ളി പൂജ എന്ന് ഒരു പേരുണ്ട്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം ഇതാണ്. കോഴിക്കോട് സാമൂതിരിക്ക് മാധവി എന്നു പേരുള്ള ഒരു അനന്തരവളുണ്ടായിരുന്നു. യൗവനാരംഭത്തിൽ അവൾക്ക് ഒരു ഗന്ധർവന്റെ ആവേശമുണ്ടായി. അതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സകൾ നടത്തിയിട്ടും കാര്യമുണ്ടായില്ല. തുടർന്ന് ഒരു ജ്യോത്സ്യന്റെ ഉപദേശമനുസരിച്ച് ഏറ്റുമാനൂരിൽ ഭജനമിരുത്തുകയും രോഗം മാറുകയും ചെയ്തു. പിന്നീട് സാമൂതിരി ഉഷപൂജയ്ക്ക് അനന്തരവളുടെ പേര് നൽകി. അത് തൻ്റെ വകയാക്കി മാറ്റി. ഉഷപൂജ കഴിഞ്ഞ ഉടനെ എതിരേറ്റു പൂജ തുടങ്ങും. എതിരേറ്റു പൂജയ്ക്ക് ശേഷം തൻ്റെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഭഗവാൻ ഇറങ്ങുന്നു. ഇതാണ് കാലത്തെ ശീവേലി. മേൽശാന്തി ശ്രീകോവിലിൽ നിന്നിറങ്ങി ബലിക്കല്ലുകളിൽ ബലി തൂകുന്നു. തുടർന്ന് തിടമ്പ് കയ്യിലെടുത്ത് കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. ശീവേലിക്ക് എല്ലാ ക്ഷേത്രവാദ്യങ്ങളും അകമ്പടി സേവിക്കുന്നു. ശീവേലിക്ക് ഭഗവാന്റെ പിന്നാലെ ഭക്തരും പ്രദക്ഷിണം വയ്ക്കുന്നു. അവസാന പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണമാണ്. നിഴലിന് 12 അടി നീളം വരുന്ന സമയത്ത്, അതായത് രാവിലെ 8 മണിക്ക് പന്തീരടി പൂജ തുടങ്ങും. പന്തീരടി പൂജ കഴിഞ്ഞ ഉടനെ ധാര തുടങ്ങും. പിന്നീട് നവകാഭിഷേകം. ഉച്ചപൂജയും ശീവേലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു. പിന്നീട് അത്താഴ പൂജയും ശീവേലിയും. അവ കഴിഞ്ഞാൽ തൃപ്പുക തുടങ്ങുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകോവിലിൽ അഷ്ടഗന്ധം പുകയ്ക്കുന്ന ചടങ്ങാണ് ഇത്. തൃപ്പുക കഴിഞ്ഞ് രാത്രി 8 മണിയോടെ വീണ്ടും നട അടയ്ക്കുന്നു. സാധാരണ ദിവസങ്ങളിലെ പൂജാവിധികളാണ് മേൽ സൂചിപ്പിച്ചത്. വിശേഷ ദിവസങ്ങളിലും, ഉദാഹരണത്തിന് കൊടിയേറ്റുത്സവം, ശിവരാത്രി, തിരുവാതിര, പ്രദോഷവ്രതം, ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും, ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും പൂജാസമയങ്ങളിൽ മാറ്റമുണ്ടാകും. കൊടിയേറ്റുത്സവത്തിന് നിരവധി താന്ത്രിക ക്രിയകളുള്ളതിനാൽ അർദ്ധരാത്രി കഴിഞ്ഞേ നട അടയ്ക്കാറുള്ളൂ. അതിവിശേഷമായ 7:30 പൊന്നാന ദർശനം നടക്കുന്ന 8-ാം ദിവസമാകട്ടെ നടയടപ്പും ഇല്ല. ശിവരാത്രി നാളിലും രാത്രി നട അടയ്ക്കാറില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും വിശേഷാൽ പൂജകളും അതിനോടനുബന്ധിച്ചുള്ള കലശാഭിഷേകവും ഉണ്ടാകും. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് വിശേഷാൽ അഭിഷേകവും രാത്രി ഋഷഭവാഹനത്തിലേറി എഴുന്നള്ളത്തും പതിവാണ്. ഉദയാസ്തമന പൂജയുള്ള ദിവസം 18 പൂജകളുണ്ടാകാറുണ്ട്. അന്ന് വിളക്ക് കഴിഞ്ഞ് നട അടയ്ക്കാൻ അർദ്ധരാത്രിയാകും. ഗ്രഹണ ദിവസങ്ങളിൽ ഗ്രഹണത്തിന് 1 മണിക്കൂർ മുൻപേ അടയ്ക്കുന്ന നട ഗ്രഹണം കഴിഞ്ഞ് ശുദ്ധിക്രിയകൾ നടത്തിയേ തുറക്കൂ. പൂജയ്ക്കും ദീപാരാധനയ്ക്കും നടയടച്ചിരിക്കുന്ന സമയത്തെല്ലാം അകത്ത് ഇടയ്ക്ക കൊട്ടി അഷ്ടപതി പാടലും പുറത്ത് നാദസ്വര വായനയും ഉണ്ടാകും. ശബരിമലയിൽ തന്ത്രാവകാശമുള്ള ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിനാണ് ഇവിടെയും താന്ത്രികാവകാശം കിട്ടിയിരിക്കുന്നത്. താഴ്മൺ മഠത്തിന് താന്ത്രികാധികാരമുള്ള ക്ഷേത്രങ്ങളിൽ അതിവിശേഷപ്പെട്ട സ്ഥാനം ഏറ്റുമാനൂരിന് ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശികളായ പത്തില്ലത്തിൽ പോറ്റിമാരാണ് മേൽശാന്തിമാരാകുക. ആട്ടവിശേഷങ്ങൾ. തിരുവുത്സവം. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ആറാട്ടിന് 10 ദിവസം മുൻപ്, സാധാരണയായി ചതയം നാളിൽ ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് വിശേഷാൽ ശീവേലിയും 2-ാം ദിവസം മുതൽ ഉത്സവബലിയും നടന്നുവരുന്നു.
ക്ഷേത്രത്തിലെ സ്റ്റേജിൽ ദിവസവും ചില കലാപരിപാടികൾ ഉണ്ടാകും. കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ശാസ്ത്രീയ സംഗീതം, നാടകം, കഥാപ്രസംഗം തുടങ്ങിയവയാണ് അവയിൽ പ്രധാനം. കൊടിയേറ്റ ദിവസം ഒഴികെയുള്ള 9 ദിവസം വേലകളിയും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകും. തുടർച്ച അടുത്ത പംക്തിയിൽ. നന്ദി, നമസ്കാരം.